ചില ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് മൂലമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സീരീസ് എനിക്ക് പാതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നത്. അത് നിർത്തിയിട്ടൊന്നുമില്ല. 2 ദിവസത്തിനകം തന്നെ ബാക്കി തീർക്കാനുള്ളതോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഘടകങ്ങളായതുകൊണ്ടാണ് അങ്ങോട്ട് പോകാഞ്ഞത്. ഇപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ഗാന്ധിയെക്കുറിച്ചാണ്. പുള്ളിയെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ചില ആളുകൾ പുള്ളിയെ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് നേഷൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സിംപ്ലി ആളിൻ്റെ ലൈഫൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയെക്കുറിച്ച് പറയേണ്ട വാചകം ഇങ്ങനെയാണ്: സെമി റിപ്രസ്ഡ് സെക്സ് മാനിയാക് വിത്ത് അബ്നോർമൽ സെക്സ് ബിഹേവിയർ. ഇതാണ് ഗാന്ധി എന്ന മനുഷ്യൻ്റെ സെക്സ് ലൈഫ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുള്ളിയെ രാഷ്ട്രപിതാവെന്നൊക്കെ ഇവിടുത്തെ പാഠപുസ്തകങ്ങൾ ചില പ്രത്യേക അജണ്ടയോടുകൂടി നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് പറയുമ്പം ചില ആളുകൾക്ക് കൊള്ളുമായിരിക്കും, കൊണ്ടാലും കുഴപ്പമില്ല. കാലാകാലങ്ങളായിട്ട് നമ്മളുടെ സിലബസിൽ കൂടെ ഈ മനുഷ്യനെ പുട്ടിയടിച്ച് വെളിച്ചത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇയാളൊന്നും അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. പുള്ളിയെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നുണ്ട്. ഇപ്പം ഈ ഗാന്ധിയെ ഭയങ്കര മഹാനായിട്ട് ഇന്ന് പുള്ളിയുടെ ജയന്തി ദിവസമായിട്ട് വാഴ്ത്തുന്ന കണ്ടപ്പോഴാണ് പുള്ളിയുടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലും അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പുള്ളിയുടെ സെക്സ് ലൈഫിനെ കുറിച്ച് പറയുമ്പം ആർക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഗാന്ധി എന്ന മനുഷ്യനല്ല, അബ്നോർമൽ സെക്സ് മാനിയാക്കിൻ്റെ ഒരു ലൈഫ് സ്പാനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ എന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയാം. ടൈംസിൻ്റെ ഒരു ലേഖകയെന്ന് പറയാൻ പറ്റത്തില്ല, 82 വയസ്സുള്ള കുസും വാഗ്ദയെ കുറിച്ച് പറയാനാണെങ്കിൽ ഗാന്ധിയുടെ ആരാധികയും അനുയായിയും ഒക്കെ ആയിരുന്നു വാഗ്ദ. അവർ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ ഈ ഗാന്ധി എന്ന മനുഷ്യൻ്റെ സെക്സ് ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിൻ്റെ സെക്സ് അഡിക്ഷൻ, ലൈംഗികമായിട്ടുള്ള ഒരു അരാജക സ്വഭാവം, പിന്നെ നഗ്നരായിട്ട് പെൺകുട്ടികളോടൊപ്പം കടന്നുറങ്ങുക, അവരോടൊപ്പം ഒരുമിച്ച് കുളിക്കുക, വേറെ കുറച്ച് രതിവൈകൃതങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെയായിരുന്നു അണ്ണൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഈ ഗാന്ധി മനുഷ്യൻ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി അല്ലെങ്കിൽ പുള്ളി സബർമതി ആശ്രമം സെറ്റപ്പായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും പുള്ളിയുടെ കൂടെ 2 കൊച്ചു പെൺപിള്ളേരുണ്ടായിരിക്കും. ഈ പെൺപിള്ളേരൊക്കെ അണ്ണൻ്റെ ബ്രഹ്മചര്യ പരിശോധനയുടെ ഇരകളാണ്. ബ്രഹ്മചര്യ പരിശോധന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ടവറിന് ശേഷിയുണ്ടോന്ന് ഒന്നും ഇല്ലടേ. അത് പറയുന്നത് ഇതിപ്പം തമാശ പോലെ പറഞ്ഞാൽ മാത്രമേ അത് നോർമലായിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പിടിച്ച് അടിക്കേണ്ട കേസൊക്കെയാണ്. ഇപ്പം അണ്ണന് ലൈംഗിക ശേഷി ഉണ്ടോ, അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമോ, വികാരങ്ങൾ അണപൊട്ടി ഒഴുകുമോ എന്നൊക്കെ അണ്ണന് 2 പെൺപിള്ളേരെ നഗ്നരാക്കി അടുത്ത് പിടിച്ച് കടത്തിയാൽ മാത്രമേ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നല്ല സ്വഭാവമാണ്. ഇതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഗാന്ധിയുടെ ഒരു സെക്സ്വൽ ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് തുടങ്ങിയത് ലേറ്റർ പീരീഡിലൊന്നുമല്ല, വളരെ നേരത്തെ തന്നെ അണ്ണന് ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് സിലബസി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്കിളായിട്ടുള്ള അമൃതലാൽ തുളസീദാസ് ഗാന്ധിയുടെ ചെറുമകളും ജയ്സുഖ്ലാലിൻ്റെ മകളോടൊപ്പമാണ് അണ്ണൻ്റെ ഈ ഒരു ബ്രഹ്മചര്യ പരിശോധനയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ അലിഗേഷൻസ് വളരെ സ്ട്രോങ് ആണെന്നറിയാം. ഇപ്പം എന്നെ കുറേ ആളുകൾ വെറുക്കും. ഇത് ഞാൻ എതിർക്കുന്ന അലിഗേഷൻ അല്ല, കുസും വാഗ്മ എതിർക്കുന്ന അലിഗേഷനാണ്. കുസും വളരെ വ്യക്തമായിട്ട് ആർട്ടിക്കിളിനകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ജഡ് ആഡംസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. ജഡ് ആഡംസ് 15 വർഷത്തോളം ഗാന്ധിയുടെ ലൈഫിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ ഈ സെക്സ് ലൈഫിനെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ലേഖനമല്ല, ഒരു ബുക്ക് പോലെ സാധനം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിങ്ങനെയായിരുന്നു, ഗാന്ധിസ് നേക്കഡ് അംബിഷൻസ്. 2010 ഈ ഒരു റൈറ്റിംഗ് പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് ഈ അണ്ണൻ്റെ ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബുക്കിനകത്താണ് ഈ ആഡംസ് പുള്ളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സെമി റിപ്രസ്ഡ് സെക്സ് മാനിയാക് വിത്ത് അബ്നോർമൽ സെക്സ് ബിഹേവിയർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ബുക്ക് പുള്ളിയുടെ ഈ പല ആളുകളും പുട്ടിയടിച്ച് നിർത്തിയിരിക്കുന്ന അണ്ണൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട മുഖങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ടെക്സ്റ്റായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇതിനകത്ത് പുള്ളി ഒരുപാട് പെൺകുട്ടികളോടൊപ്പം നഗ്നനായിട്ട് കടന്നുറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പല ആളുകളുമായിട്ടും ഗാന്ധിക്ക് വളരെ മനോഹരമായിട്ടുള്ള സ്വീറ്റ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ആ സ്വീറ്റ് റിലേഷൻഷിപ്പ് പ്രായത്തിൽ വളരെ വളരെ താഴ്ന്ന കുട്ടികളുമായിട്ടും അണ്ണൻ്റെ ഈ ഒരു സ്വീറ്റ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഫാദർ ഓഫ് നേഷൻസ് എന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഭരണഘടനാപരമായിട്ട് ഈ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്ന ടൈറ്റിൽ എവിടെയും വന്നിട്ടില്ല, ഒരിടത്ത് പോലും ഇല്ല. നിങ്ങൾ RTA നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തറിയാം. RTA കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇന്ത്യക്കില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളൂ. അതുപോട്ടെ, ഈ ഗാന്ധി അണ്ണൻ്റെ മറ്റ് ചില സാധനങ്ങൾ പറയുകയാണെങ്കിൽ, ഗിരിജാകുമാർ പുള്ളിയെക്കുറിച്ച് മറ്റൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി എപ്പോഴും 2 നഗ്നരായ പെൺകുട്ടികളോടൊപ്പം കുളിക്കുക, സോപ്പിംഗ് ചെയ്യുക, ശരീരത്ത് സോപ്പ് ചേർക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ഉണ്ടായിരുന്നത്.
ഈ ഗിരിജ കുമാർ എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും റെസ്പെക്റ്റഡ് ലൈബ്രറിയൻസിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഈ ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് ഗാന്ധി 18ഓളം ആളുകളുമായിട്ട്, 18ഓളം വുമൻസുമായിട്ട് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള 18ഓളം ആളുകളുമായിട്ടുള്ള കേസിനെ കുറിച്ച് ഗിരിജ കുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു വ്യക്തി 18ഓളം സ്ത്രീകളുടെ ഡീറ്റെയിൽസ് പുറത്ത് പറയുമ്പം എത്ര എണ്ണം ഉണ്ടായിരിക്കും? അതായത് ഇങ്ങനെ റാസ്പുട്ടിൻ്റെയൊക്കെ വേറൊരു വെർഷനാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ മൂലം അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഗാന്ധിയുടെ ബ്രഹ്മചര്യ അസോസിയേറ്റ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരുപാട് പേരുകളുണ്ട്. കാരണം അണ്ണന് നഗ്നയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ മനു ഉണ്ടായിരുന്നു, അഭാ ഗാന്ധി ഉണ്ടായിരുന്നു, അഭയുടെ സിസ്റ്റർ ബീന പട്ടേൽ ഉണ്ടായിരുന്നു, സുശീല നായർ ഉണ്ടായിരുന്നു, പ്രഭാവതി ഉണ്ടായിരുന്നു. ഇത് ജയപ്രകാശ് നാരായണന്റെ വൈഫാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം മറ്റൊരു കാര്യം പറയാം. പിന്നെ BV അമുത്സലാം ഉണ്ടായിരുന്നു, ലീലാവതി അസർ ഉണ്ടായിരുന്നു, പ്രേംഭാൻ ഘടക് ഉണ്ടായിരുന്നു, മില്ലിഗ്രാം പൊലാക്ക് ഉണ്ടായിരുന്നു, കഞ്ചൻ സാ ഉണ്ടായിരുന്നു, പിന്നെ രഹന തയാബ്ജി ഉണ്ടായിരുന്നു. ഈ പ്രഭാവതിയുടെ കാര്യം പറഞ്ഞല്ലോ, പ്രഭാവതി നമ്മുടെ JP യുടെ വൈഫായിരുന്നു. ഈ പ്രഭാവതി JP ഉപേക്ഷിച്ചിട്ട് എവിടെ പോയി? ഗാന്ധിയുടെ ആശ്രമത്തിൽ പോയി കുറേ നാളും ഗാന്ധിയുടെ കൂടെ ആയിരുന്നു. ഇതിൻ്റെ പേരിൽ JPയും ഗാന്ധിയും തമ്മിൽ ഉടക്കിയ സന്ദർഭങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് ഹിസ്റ്ററി പരിശോധിച്ച് അറിയാം. ജയപ്രകാശ് നാരായണും ഗാന്ധിയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സിനെ കുറിച്ച് നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. പിന്നീട് നിർമ്മൽ കുമാർ ബോസ് എന്ന് പറയുന്ന ആള് 20 വർഷത്തോളം ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. അത് വേറെ ആളുമല്ലല്ലോ, ഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന നിർമ്മൽ കുമാർ ബോസ് പുള്ളിയുടെ മൈ ഡേയ്സ് വിത്ത് ഗാന്ധി എന്ന് പറയുന്ന ബുക്കിനകത്ത് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ എന്ന് ചില പാപ്പരാസികളും ചില രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തി എന്താണ് എപ്പോഴും കുറച്ച് സ്ത്രീകളുമായിട്ട് ഉറങ്ങാൻ പോകുന്നു, അവരോടൊപ്പം ഓയിൽ മസാജ് നഗ്നനായിട്ട് ചെയ്യുക തുടങ്ങിയ ചില പരിപാടികളുണ്ട്. ഈ നിർമ്മൽ ബോസ് നവഖാലി വെച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഈ നവഖാലി ഇൻസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ ബംഗാളിലെ നവഖാലിയിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബംഗാളിലെ നവഖാലിയിൽ കലാപം അടിച്ചമർത്താൻ വേണ്ടി ഒറ്റയാൾ പട്ടാളമായിട്ട് ഗാന്ധിമാമൻ പോയി എന്നാണ് ഇവിടെയുള്ള സാധനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഈ ഒറ്റയാൾ പട്ടാളമായിട്ട് പോകുമ്പോഴും അണ്ണൻ്റെ കൂടെ 2-3 പെൺപിള്ളേരുണ്ടായിരുന്നു. 2 പെൺപിള്ളേരുടെ തോളയിൽ ഇങ്ങനെ കൈയിട്ടാലേ അണ്ണന് നടത്തം വരുത്തുള്ളായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഈ ഒരു വേളയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പുള്ളി പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, വൺ ഏർലി മോർണിംഗ് വെൻ ഐ വാസ് റീച്ച് ഗാന്ധിസ് ബെഡ്റൂം, ഞാനൊരു ദിവസം അതിരാവിലെ ഗാന്ധിയുടെ ബെഡ്റൂമിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഐ സോ സുശീല നായർ ക്രൈങ് ആൻഡ് മഹാത്മാ ബാങ്കിങ് ഹിസ് ഹെഡ് അഗെയിൻസ്റ്റ് ഓൾ. ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സുശീല നായർ അവിടെ കിടന്ന് കരയുകയാണ്. ഗാന്ധി തൻ്റെ തല ഇങ്ങനെ നിരാശനായിട്ട് ഭിത്തിയിൽ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ദാറ്റ് ബോസ് ഓപ്പൺലി ഒപ്പോസ്ഡ്. ഇതിനുശേഷം ബോസ് പരസ്യമായിട്ട് തന്നെ ഗാന്ധി ഈ സിലബസി പരിശോധന എന്ന് പറഞ്ഞ പരിപാടി നിർത്തണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഗാന്ധി എന്ന് പറയുന്ന മോന് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള മൈൻഡായിരുന്നു. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ആഡംസിൻ്റെ ബുക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഗാന്ധിയുടെ നേക്കഡ് ഡ്രീംസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള അത് വാദങ്ങളാണ്. വെൻ സുശീല ഈസ് നേക്കഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ വൈൽ ടേക്കിംഗ് എ ബാത്ത്, സുശീല എൻ്റെ മുന്നിൽ നഗ്നയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മൈ ഐസ് ക്ലോസ് ടൈറ്റ്ലി, എൻ്റെ കണ്ണുകൾ ശക്തിയായി അടയുന്നു. ഐ ഡോണ്ട് സീ എനിത്തിങ്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലോ. ആൾ ഐ ക്യാൻ ഹിയർ ഈസ് ദ സൗണ്ട് ഓഫ് സോപ്പ് ബീങ് അപ്ലൈഡ്, അവളുടെ ശരീരത്ത് സൂപ്പ് തേക്കുന്ന സൗണ്ട് മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. ഐ ഹാവ് നോ ഐഡിയ വെൻ ഷീ ഈസ് കംപ്ലീറ്റ്ലി നേക്കഡ് ആൻഡ് വെൻ ഷീ ഈസ് ജസ്റ്റ് വിയറിങ് ഹെർ അണ്ടർവെയർ. ഇതൊക്കെ ഇതിൻ്റെ ബാക്കി പോർഷൻസ് വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു കമ്പിക്കറ നിലവാരത്തിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് അണ്ണൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആക്ച്വലി വെൻ ദ ടോക്ക് ഓഫ് ഗാന്ധി, ഈ പഞ്ച്ഗണിലുണ്ടല്ലോ, പഞ്ച്ഗണിൽ ഈ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് വളരെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഗാന്ധിക്കെതിരെ ഇന്റേണലായിട്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഈ കോൺഗ്രസിൻ്റെ ലീഡേഴ്സിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ താല്പര്യം മൂലം ഈ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾക്ക് ഗാന്ധി ഒരു ഐഡോളായിട്ട് നിർത്തണമായിരുന്നു. ആ ഗാന്ധി എന്ന് പറയുന്ന നെയിം മാർക്കറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. ഈ ഗാന്ധി എന്ന് പറയുന്ന നെയിം മാർക്കറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇതൊന്നും അങ്ങോട്ട് പുറത്തു വരുന്നതിനോട് പല ആളുകൾക്കും നല്ല എതിർപ്പാണ്. ഇപ്പം ഗാന്ധിയുടെ അസാസിനേഷൻ ട്രയൽസിനിടയിലും ഇത് സംബന്ധിച്ച് കുറേ രേഖകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നറിയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ആഡംസ് പറയുന്നുണ്ട് സുശീല, മനു, അഭ ആൻഡ് അതർ
ഈ ഈ ഗാന്ധിയുമായിട്ട് ലൈഫ് എന്ന് വെച്ചാൽ സിലബസി പരിശോധന നടത്തിയ കുറേ ലേഡീസ് ഉണ്ടല്ലോ. ഇപ്പം സുശീല, മനു, അഭ, അങ്ങനെ കുറേ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഗാന്ധിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഘടകങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഈ ഗാന്ധി പറയുന്ന ഇതെല്ലാം ഒരു മാനുഷികമായിട്ടുള്ള മാങ്ങാത്തൊലിയുടെ ഭാഗമാണ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഒരു മയത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഗാന്ധിയുടെ അസാസിനേഷനെ കുറിച്ച് പറയുന്നത് ഇപ്പം അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. കാര്യം ഇതിനെക്കുറിച്ചുള്ള ഫയലുകൾ നമ്മുടെ ഗവൺമെന്റ് പോലും അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഗാന്ധിയുടെ വിചാരണ വേളയിൽ ഈ ഗാന്ധി മഹാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ടു ബി ഫ്രാങ്ക്, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാന്ധിയെ ഇങ്ങനെ ഒരു സാധനമായിട്ട് നിർത്തുന്നതിനകത്ത് കോൺഗ്രസിന് വളരെ വലിയ പങ്കുണ്ട്. ഈ മനുഷ്യന്റെ ആ ഒരു മാസ്ക് പൊളിച്ച് കളയാൻ കോൺഗ്രസ് എന്നല്ല, ഇപ്പോഴത്തെ BJP നോക്കിക്കഴിഞ്ഞാലും ഇവന്മാരെല്ലാം ഇതിനെ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ എന്തോ തകർന്നു പോകുന്ന തരത്തിലാണ് ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഞാനൊക്കെ ഒരു സെമിനാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. മിഷൻ നേതാജി ഫൗണ്ടേഷന്റെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിനകത്ത് അവന്മാർ പറഞ്ഞിരുന്നത് ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫയലുകളും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫയലുകൾ ഇപ്പോഴും അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അത് രാജ്യത്തിന്റെ ഇന്റേണൽ സെക്യൂരിറ്റിയൊക്കെ ബാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എങ്ങനെ ബാധിക്കാനാണ് ഡേ ഈ ഇവന്മാരുടെ കമ്പിക്കഥകളുടെ ലൈഫ് പുറത്തേക്ക് വരുന്നത്? ഇപ്പം ഈ JB കൃപലാനി, അങ്ങനെ കുറേ ആളുകൾ ഈ ഗാന്ധിയോട് വളരെ വലിയ എതിർപ്പിലായിരുന്നു. JB കൃപലാനി മാത്രമല്ല, സർദാർ പട്ടേലിന് ഗാന്ധിയുടെ ലൈഫിനോട് എതിർപ്പുണ്ടായിരുന്നു. പിന്നെ ഗിരിജാകുമാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പുള്ളിയുടെ ഈ ഒരു സിലബസി പരിശോധന ശരിയല്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനേറെ പറയുന്നു, ഗാന്ധിയുടെ സ്വന്തം മകനായിട്ടുള്ള ദേവദാസ് ഗാന്ധി വരെ ഗാന്ധിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികൾ കാരണം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഗാന്ധിസ് പ്രിസണർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോൻ വരെ ഉണ്ടായിരുന്നു. ഈ മനുവിന്റെ കാര്യം പറയുമ്പോൾ മനുവിനെ ഇങ്ങനെ ഒരു സെറ്റപ്പിനെ പോലെ കുറെ നാൾ കൊണ്ടുനടന്നെയാണ്. ഇപ്പം നമ്മൾ പുള്ളിയുടെ വൈഫിനോട് അണ്ണന് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ വൈഫിനെ ആക്ച്വലി ഗാന്ധി കൊന്നാണെന്ന് പറയാം. കാരണം ഇൻസുലിൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ വൈദ്യം മതി. അതായത് ഇമ്പോർട്ട് ചെയ്ത ചികിത്സാ സാധനങ്ങളുടെ ആവശ്യമില്ല, നമ്മുടെ നാട്ടിലെ മെഡിസിൻ വെച്ച് തന്നെ പോട്ടെ. പ്രാർത്ഥനയിലൂടെയും അണ്ണൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊടിക്കൈകളും ഹോമിയോപ്പതിയിലൂടെ ഒക്കെ ചികിത്സിച്ചാൽ മതി എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ ആ ഇറക്കുമതി ചെയ്ത മെഡിസിൻസ് വേണ്ട, മോഡേൺ മെഡിസിൻസ് വേണ്ട എന്ന് പറഞ്ഞ ഗാന്ധി പുള്ളിയുടെ വൈഫ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ മരിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധിയുടെ വൈഫിനെ അടിച്ചതിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കുൽസിതവും എൻജോയ്മെൻറ്റ് നടത്തിയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് കെയർ തന്നില്ല എന്ന് പറഞ്ഞ് അയാളുടെ വൈഫിനെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴിച്ചതിനെ കുറിച്ച് പുള്ളിയുടെ തന്നെ ആത്മകഥകളിൽ പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പം മോഡേൺ മെഡിസിൻസ് വേണ്ട എന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ച് മരണപ്പെട്ടതാണ്. പക്ഷേ ഈ മനുവിന് ചികിത്സ വേണ്ടപ്പം അണ്ണന് മെഡിസിൻ ഇമ്പോർട്ട് ചെയ്യായിരുന്നു. അണ്ണന് സ്വയം ചികിത്സ വേണ്ടപ്പോൾ ഇറക്കുമതി ചെയ്ത ഇമ്പോർട്ട് ചെയ്ത മെഡിസിൻസ് ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഈ ഗാന്ധി. ഇങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുതേ. കാര്യം അങ്ങനെയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പം ബ്രിട്ടന് കോളനികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടനെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. അത്രയും കോളനികളെ ഇവർ സ്വതന്ത്രമാക്കി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. അപ്പോൾ ഇന്ത്യക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടാനുള്ള കാരണം റൺ മ്യൂട്ടണിയാണ്, റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടണി. അതായത് മുംബൈയിൽ നാവിക കലാപം നടന്നത്. കപ്പലുകളിലെ ഇന്ത്യൻ നേവിയിൽ, അത് ബ്രിട്ടീഷ് റോയൽ ഇന്ത്യൻ നേവിയിലെ സൈനികർ അവർക്കെതിരെ കലാപം ചെയ്തപ്പോൾ ഇനിയിപ്പം ആർമി മൊത്തം ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് അതിനെ വരെ ഹിംസാമാർഗം എന്ന് പറഞ്ഞ് എതിർത്തിരുന്ന മനുഷ്യനാണ് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. കാര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള പ്രോസസ്സിനെ ഏറ്റവും കൂടുതൽ ഡിലേ ആക്കിയിട്ടുള്ള മനുഷ്യനാണ്. പിന്നെ ചില താല്പര്യങ്ങൾ മൂലം ഈ ഒരു മനുഷ്യൻ ഭയങ്കര മഹാത്മാവായിട്ട് വാഴ്ത്തപ്പെടുകയാണ്. ടിൽ നൗ ഇനിയും പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ ആളുകൾ, ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു, RP പരശുറാം, പിന്നെ നമ്മുടെ കിഷോരിലാൽ മഷ്വാല, ചങ്ലാലാൽ ജോഷി, കേൽക്കർ, അങ്ങനെ കുറേ വിനോഭാവെ, ഇങ്ങനെ കുറേ ആളുകൾ കണ്ണൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനോട്, വിനോഭാവെ വേറെ അത് വേറെ സാധനം, ഇങ്ങനെ കുറേ ആളുകൾ കണ്ണൻ്റെ ഈ ഒരു ലൈഫിനോട് നല്ല എതിർപ്പുണ്ടായിരുന്നു. ആക്ച്വലി ഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നു എന്ന് നിങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള പ്രോസസ്സിനെ ഏറ്റവും കൂടുതൽ ഡിലേ ആക്കിയിട്ടുള്ള, ഈവൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബ്രിട്ടീഷുകാരുടെ ഡബിൾ ഏജന്റ് ആണെന്ന്. കാരണം ബ്രിട്ടീഷുകാർക്ക് പേടിയുണ്ടായിരുന്ന നേതാക്കരെല്ലാം അവർ ഒതുക്കിയിട്ടുണ്ട്. ഒന്നെങ്കിലും വധശിക്ഷ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞ് ഒതുക്കുന്നുണ്ടായിരുന്നു. ഗാന്ധി 17 മുതൽ ഇങ്ങോട്ടുള്ള സകല സമരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. അണ്ണന് റോയൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. അണ്ണനെ പോലീസുകാർ അടിക്കുന്നില്ല. ജയിലിൽ പോയി കഴിഞ്ഞാൽ പോയിട്ട് പിറ്റേന്ന് ഇറങ്ങി വന്നിട്ട് അടുത്ത സമരത്തിൽ പങ്കെടുക്കുന്നത്. ജസ്റ്റ് യൂസ് യുവർ സെൻസ്.
17 തൊട്ട് എല്ലാ സമരത്തിലും ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെ പങ്കെടുക്കുന്നുണ്ട്? ജയിലിൽ പോകുന്ന ആള് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരു ത്രെട്ട് ആണെങ്കിൽ അയാളെ ജയിലിലിടും, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ ആൻഡമാനിലേക്ക് വല്ലതും നാട് കടത്തും. അതൊന്നും ചെയ്യാതെ ഇന്ത്യക്കാരങ്ങളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അമർഷത്തിനെ ഒരു സേഫ്റ്റി വാൽവ് പോളിസി പോലെ ഡയല്യൂട്ട് ചെയ്ത് വെച്ച മനുഷ്യനെ നിങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് ഫാദർ ഓഫ് അവർ നേഷൻ എന്ന് നിങ്ങളൊക്കെ അങ്ങ് വിശേഷിപ്പിച്ചാൽ മതി. അപ്പം ബൈ, ഞാൻ ബാക്കി കണ്ടന്റ് നാളെ പോലെ പ്രോപ്പറായിട്ട് ചെയ്യാം.